ഇന്ന് ബി.ജെ.പിയുടെ എം.പിമാരുടെ ഒരു യോഗം നടക്കുകയുണ്ട്. തുടർന്ന് എൻ.ഡി.എയിലെയും ജയിച്ചു വന്ന എം.പിമാരുടെയും ഒപ്പം തന്നെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷന്മാർ, ഉപാധ്യക്ഷന്മാർ, ദേശീയ സെക്രട്ടറിമാരടക്കം ഉള്ളവരുടെ യോഗം നടക്കുകയുണ്ടായി. ഇവിടെ പുതിയ എം.പിമാരെ പരിചയപ്പെടുത്തുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അവിടെ ഏറ്റവും കൂടുതൽ കയ്യടി നേടിയത് നമുക്ക് അഭിമാനിക്കാവുന്ന കേരളത്തിൽ നിന്നുള്ള ബി.ജെ.പിയുടെ ഏക എം.പി, തിരഞ്ഞെടുക്കപ്പെട്ട ഏക എം.പി ശ്രീ സുരേഷ് ഗോപി ആയിരുന്നു. അദ്ദേഹത്തിനായിരുന്നു ഒരു നിറഞ്ഞ കയ്യടി ലഭിച്ചത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ നരേന്ദ്രമോദി ബി.ജെ.പി ഓഫീസിലെത്തി നടത്തിയ പ്രസംഗത്തിൽ പ്രത്യേകം പരാമർശിച്ചത് കേരളത്തിന്റെ വിജയം തന്നെയായിരുന്നു. കാരണം ഒരു ബലിദാനികളുടെ നാടാണ് കേരളം. ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വവും ഇല്ലെങ്കിൽ ആർ.എസ്.എസിന്റെ കേന്ദ്ര നേതൃത്വവും ഒക്കെ ഈ കേരളത്തിനോട് വലിയ കാണിക്കുന്ന ഒരു സ്നേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇത് ബലിദാനികളുടെ നാടാണ്. നൂറ്റാണ്ടുകളായി അനവധി ബലിദാനികളായിട്ടുള്ള അനവധി പേർ, അതായത് അനവധി പേർ രക്തസാക്ഷിത്വം ബി.ജെ.പിക്ക് വേണ്ടി, സംഘപരിവാറിന് വേണ്ടിയും വരിച്ച മണ്ണാണിത്. അതുകൊണ്ട് തന്നെ ഈ മണ്ണിൽ നിന്നുള്ള വിജയം അവരെ സംബന്ധിച്ച് വലിയ വിജയം തന്നെയാണ്. അതുകൊണ്ട് കൂടിയാകണം സുരേഷ് ഗോപിക്ക് ഒരു നിറഞ്ഞ കൈയടി ലഭിച്ചിരിക്കുന്നത്. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യുന്ന വളരെ ചുരുക്കം ചില എം.പിമാരിൽ ഒരാളായി തൃശ്ശൂരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ബി.ജെ.പിയുടെ എം.പി സുരേഷ് ഗോപി മാറുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.